2 ദിവസമായിട്ട് എല്ലാ മാധ്യമങ്ങളിലടക്കം ചർച്ച എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രത്യേകത ഉണ്ടാകാൻ പോവുക? വളരെ സിമ്പിളാണ്. കേരളത്തിൽ തകരാതെ നിൽക്കുന്നൊരു വ്യവസായം സിനിമയാണ്. മലയാള സിനിമയെ മുടിക്കും. മലയാള സിനിമയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്നാണ് ഹേമ കമ്മിറ്റി നിയമിക്കപ്പെട്ടത്? 2019 അല്ലേ? ഇത്രയും വർഷം ഇത് പതുക്കി വെച്ചിട്ട് ഇപ്പോൾ എന്തിനിത് പുറത്തു കൊണ്ടത്? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയെ സംബന്ധിച്ച് ജനങ്ങൾക്കറിയാത്ത എന്ത് കാര്യമാണുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിനിമാ മേഖലയിൽ ചില കുഴപ്പങ്ങളുണ്ട്, തർക്കമില്ല, പരാതികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മലയാള സിനിമയെ മാത്രമാണ് കുഴപ്പമുള്ളത്. തമിഴ് സിനിമയിലില്ലേ, ഹിന്ദി സിനിമയിലില്ലേ, ഇംഗ്ലീഷ് സിനിമയിലില്ലേ? സിനിമ എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് വ്യവസായം പോലെയും ഉള്ളൊരു വ്യവസായമാണ്, അല്ലേ? ലാഭം ഉണ്ടാക്കാനുള്ള വേണ്ടിയാണല്ലോ സിനിമ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ സിനിമ ഇറക്കി നിർവൃതി അടയാനൊന്നുമല്ല. ലാഭം ഉണ്ടാക്കുന്ന ഒരു ജോലി ആയതുകൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് ഇൻഡസ്ട്രികളെ പോലെ ഫാക്ടറിയോ മറ്റ് സംവിധാനങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും സിനിമയ്ക്കില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസം നിൽക്കുന്ന ഒരു കളക്റ്റീവ് വർക്കാണ്. ആ വർക്ക് കഴിയുന്നു, ആളുകൾ പിരിഞ്ഞു പോകുന്നു. സ്ഥിരം തൊഴിലാളികളില്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ, അല്ലേ? ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാ കമ്പനികളുണ്ട്. ഇപ്പോൾ കാവ്യ ഫിലിംസ് അല്ലെങ്കിൽ സെഞ്ചുറി എന്നൊക്കെ പറയുന്ന പോലെ സിനിമാ കമ്പനികളൊക്കെ ഉണ്ട്. ആശീർവാദ് സിനിമാസൊക്കെ നമുക്കറിയാം. ഇങ്ങനെ സിനിമാ കമ്പനികൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടെങ്കിലും അവിടെ പ്രൊഡക്ഷൻ സ്റ്റാഫ് ഉണ്ടായിരിക്കും, അക്കൗണ്ടൻ്റ് ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, പ്രൊഡക്ഷൻ ടീം ഉണ്ടാവും. പക്ഷേ സംവിധായകൻ വേറെയാണ്, ക്യാമറാമാൻ വേറെയാണ്, ഓരോ സിനിമയ്ക്കും വേറെ വേറെ ആളുകളാണ്, അഭിനയിക്കുന്നവർ വേറെയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഈ നിയതമായ സംഘടനാ രൂപമുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. ഒരു കഥ വരുന്നു, അത് സിനിമയാവുന്നു, ആ സിനിമ കഴിയുന്നു, ആളുകൾ പിരിഞ്ഞു പോകുന്നു, അതുകൂടി ആ സിനിമ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റെല്ലാ വ്യവസായങ്ങൾക്കും ഉണ്ടാകുന്നത് പോലെയുള്ള, ഇപ്പോൾ ടോയ്ലറ്റ് ഇല്ല. ഇപ്പോൾ കോയമ്പത്തൂർ ഒരു വെളിപ്രദേശത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്, അവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? വേണമെങ്കിൽ ബയോ ടോയ്ലറ്റ് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവെക്കും. ഇതൊക്കെയാണ് സിനിമാ മേഖലയിൽ ഞാൻ ഈ പറയുന്ന പോലെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പറയുന്ന കാര്യങ്ങളൊന്നും സിനിമയിൽ നടന്നിട്ടില്ലാത്തതെന്നൊന്നും എൻ്റെ അഭിപ്രായമില്ല. സിനിമ എന്ന് പറയുന്നത് ആളുകൾ ഇരുട്ടത്തിരുന്നിട്ട് നടക്കുന്ന, ആളുകളെ ഇരുട്ടത്തിരുത്തി കാണിക്കുന്ന ഒരു പ്രകാശം കൊണ്ടുള്ള കളിയാണ് സിനിമ. ഈ റിപ്പോർട്ടും അങ്ങനെയാണ്. ജനം ഇരുട്ടിലാണ്, ജനത്തിനടുത്തൊന്നും പറയുന്നത്, ആളുകളെ ഇരുട്ടിലാക്കി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട്. ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയായിരുന്ന മഹതി, അവരുടെ ക്രെഡിബിലിറ്റി ഒന്നും ഞാൻ ചോദ്യം ചെയ്തില്ല. അവർ ജഡ്ജിയായിരുന്നു. അവർക്കെതിരെ പണ്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അഭയ കേസിൻ്റെ കാലത്ത് ജസ്റ്റിസ് ആർ ബസന്തിൻ്റെ ബെഞ്ചിലുണ്ടായിരുന്ന ഒരു കേസ്, അത് ഇവരുടെ ബെഞ്ചിലേക്ക് വിളിച്ചു വരുത്തിയെന്നോ അതല്ല, ഇവരുടെ മുന്നിൽ വന്ന ഈ അഭയ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ CBIയുടെ എൻ്റയർ ഇൻവെസ്റ്റിഗേഷനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് ഇവർ ഒരു ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞു. എനിക്കറിയാം, കാരണം ഞാൻ ആ സമയത്ത് ഹൈക്കോടതിയിൽ കൗമുദിയുടെ നിയമകാര്യ ലേഖകനാണ്. ആ കേസ് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. അത് വലിയ വിവാദമായി. കേരള കൗമുദി അക്കാലത്ത് നീതി ദേവതയുടെ മൂടപ്പെട്ട കണ്ണുകളുടെ സുഖം എന്ന പേരിൽ 1-ാം പേജിൽ ചീഫ് എഡിറ്റർ MS മണി സാർ എഡിറ്റോറിയൽ എഴുതി. 1-ാം പേജിൽ ഹേമയുടെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ അവർ എല്ലാ അധികാര സീമകളും ലംഘിച്ച് നിയമവിരുദ്ധമായ ഉത്തരവുകൾ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു കാണിച്ച് CBI ജസ്റ്റിസ് ഹേമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഈ പ്രതികൾക്ക് വേണ്ടി ഈ സഭയുമായി ബന്ധപ്പെട്ട ചില അഭിഭാഷകരല്ല മുൻ ന്യായാധിപന്മാരൊക്കെ ഇടപെട്ടു എന്നുള്ള ആക്ഷേപം നമ്മുടെ ഇതിൻ്റെ അഭയ കേസിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകളും എന്തിന് സമീപകാലത്ത് KT ജലീൽ പോലും പറഞ്ഞിരുന്നു. ഓർക്കുന്നില്ലേ? അഭയ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ചില ന്യായാധിപന്മാരെ കുറിച്ച്. അവരൊക്കെ ആയിട്ട് അടുപ്പമുള്ള ആളായിരുന്നു ഹേമ എന്നൊക്കെയുള്ള വിവാദമൊക്കെ അക്കാലത്തുണ്ട്. അപ്പോൾ ഈ പറയുന്നത് അത്ര വലിയ ജുഡീഷ്യസായി എന്ന് പറയുന്ന വളരെ ആരോപണ വിധേയമാകാത്ത ആളൊന്നും അല്ല ജസ്റ്റിസ് ഹേമ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരള കൗമുദിക്കെതിരെ അന്ന് ഈ വാർത്ത, അഭയ കേസിൻ്റെ വാർത്തകൾ നിരന്തരം കേരള കൗമുദിയിൽ SP നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ നിരന്തരം കേരള കൗമുദി എക്സ്ക്ലൂസീവായി പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് ആയിരുന്നു. ഞാൻ എൻ്റെ ബൈലൈൻ സ്റ്റോറിയിലാണ് ഈ സ്റ്റോറികൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. അഭയ കേസിലെ പ്രതിയായ കന്യാസ്ത്രീ
കൃത്രിമ കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ള CBIയുടെ കണ്ടെത്തൽ എൻ്റെ ബൈലൈനിൽ കേരളമതിലാണ് ആദ്യം വന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യം അതിൻ്റെ പേരിലൊക്കെ വലിയ വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ CBI ഇതെല്ലാം നമ്മളിത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം CBI അവിടെ കൊടുത്ത കുറ്റപത്രത്തിൽ ഇതെല്ലാം അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ സെഫിയുടെ ഈ കാര്യങ്ങളൊക്കെ കോടതി മുമ്പായുള്ള ഡോക്യുമെൻ്റാണ്. ഇപ്പോൾ ആ കേസിൻ്റെ വിചാരണ ഇതുവരെ നടന്നിട്ടില്ല. ഇങ്ങനെ കേസ് നീണ്ടു പോവുക. അപ്പോൾ അക്കാലത്തൊക്കെ ജസ്റ്റിസ് ഹേമയുടെ ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കേസുകൾ പോലും ഹൈക്കോടതിയിലുണ്ട്. ഇത് അധികാര പരിധി കടന്ന് ആവശ്യമില്ലാത്ത ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ഈ ജാമ്യം കിട്ടാൻ അർഹതയുണ്ടോ എന്ന് മാത്രം അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അതല്ലാതെ CBI നടത്തുന്ന അന്വേഷണം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശമൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിനെതിരെയാണ് അത് എക്സ്പെൻഡ് ചെയ്ത് കിട്ടാനാണ് CBI ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോയത്. അത് ഒഴിവാക്കി കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ സിംഗിൾ ജഡ്ജിയുടെ വിധിയുടെ ഒരു സുഖം നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് നീതി ദേവതയുടെ മൂടപ്പെട്ട കണ്ണുകളുടെ സുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരുപാട് കഥകൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കൊന്നും ചാനലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ മാത്രമല്ല, ഒരു ഹൈക്കോടതി ജഡ്ജി ജുഡീഷ്യൽ കമ്മീഷനായാൽ നമുക്ക് മനസ്സിലാക്കാം. കമ്മീഷൻ എഴുതുന്നതിന് കുറച്ചുകൂടെ ഒരു കമ്മീഷന് ആളുകളെ വിളിച്ചു വരുത്താനും സമൻ ചെയ്യാനും ഒക്കെയുള്ള അധികാരമുണ്ട്. സമൻസ് അയക്കാനൊക്കെ അധികാരമുണ്ട്. പക്ഷേ ഇത് കമ്മീഷനല്ല, കമ്മിറ്റിയാണ്. ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥയും റിട്ടയർഡ് ജഡ്ജിയും കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആത്മാഭിമാനമുള്ളൊരു ജഡ്ജി കമ്മിറ്റി ആവാൻ പോകണമെന്ന് ചോദിച്ചാൽ പോകത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ മറ്റൊന്നും എന്താ ഞാൻ പറയുന്നില്ല, പറയാൻ വന്നത് ഞാൻ വിട്ടു. ഏതായാലും കമ്മിറ്റി ആ കമ്മിറ്റിക്ക് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ പോലും നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയില്ല. എത്രയോ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നിയമസഭയിൽ പോലും വെക്കാതുണ്ട്. ഇത് കമ്മിറ്റി റിപ്പോർട്ടായതുകൊണ്ടാണ് ഇത് നിയമസഭയിൽ വെക്കാത്തത്. ഈ കമ്മിറ്റി റിപ്പോർട്ടിന് കീറക്കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ. ഈ കീറക്കടലാസിൻ്റെ വില മാത്രമുള്ള ഒരു റിപ്പോർട്ടും വെച്ചിട്ട് മലയാള സിനിമയിലുള്ള നിർമ്മാതാക്കൾ, അഭിനേതാക്കൾ, സംവിധായകരൊക്കെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് വലിയ കഥകളുണ്ടാക്കുന്ന ഒരു വ്യവസായം ഇപ്പോൾ ആരംഭിച്ചിരിക്കുക. പത്രങ്ങളിലേക്ക് ഇനി കുറേ നാളോടും ആരുടെ പേരിലും പേര് പറയാതെ എന്ത് കഥയും പറയാം. ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നു, മോഹൻലാലിനെ കുറിച്ച് പറയുന്നു. ഇത് വല്ല തെളിവുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോൾ ആകെ ഇതിനകത്ത് പേര് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രിയാണ്. അതിനകത്ത് ഹേമ പറയുന്നുണ്ട്, അതായത് ഒരു നടൻ സിനിമയിൽ നിന്ന് ഔട്ടാക്കപ്പെട്ടു, അദ്ദേഹം TV-യിലേക്ക് വന്നു, മിനി സ്ക്രീനിലേക്ക് വന്നപ്പോൾ അവിടെയും അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആത്മയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ വഴി വിലക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ആത്മയുടെ പ്രസിഡന്റ് ഇപ്പോൾ സിനിമാ നടൻ കൂടിയായ ഗണേഷ് കുമാറാണ്. ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന, നമുക്ക് പോയിന്റ് ചെയ്യാവുന്ന ഒരാളുടെ പേരുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറിൻ്റെ പേര് മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് മുഴുവൻ നാട്ടുകാർക്ക് മുഴുവൻ അപവാദം പറയാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് പടച്ചു വിട്ടിട്ട് ഈ ജസ്റ്റിസ് ഹേമ തന്നെ ഇത് പുറത്തുവിടലെന്ന് പറഞ്ഞു. അതാണ് പിന്നെ എന്തിനാണ് കോടികൾ മുടക്കി ജസ്റ്റിസ് ഹേമ കമ്മീഷന് വേണ്ടി ചിലവായേണ്ടത് എന്ന് പറഞ്ഞൊരു കണക്ക് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എൻ്റെ പക്കൽ എൻ്റെ ഓരോ ദിവസവും എത്ര രൂപ വിവിധ ഏജൻസികൾക്ക്, ട്രാവൽ ഏജൻസികൾക്ക്, ഹോട്ടൽ ഹൈസിന്ത് പോലെയുള്ള ഹോട്ടലുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാത്തത് എനിക്കറിയുന്ന ആധികാരികത എനിക്ക് ഉറപ്പില്ല. എത്ര കോടി രൂപ ആകെ ചിലവായി എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത ഒരു ടേബിൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അത് ക്രോസ് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുകയോ ഒന്നും ചെയ്തില്ല. ഏതായാലും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ട്, കോടിക്കടുത്തെന്നാണ് പറയുന്നത്. ചിലവാക്കിയിട്ട് ഈ റിപ്പോർട്ട് കൊണ്ട് കുറേ പരദൂഷണം പറയാമെന്നല്ല എന്ത് ഗുണമുണ്ടായി? ഇപ്പോൾ കേരളത്തിൽ എന്താ ഉള്ളത്? ഒരു വ്യവസായമില്ല, ഒന്നുമില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി. ആകെ സിനിമ മാത്രം നടക്കുന്നുണ്ട്. സിനിമയും ലോട്ടറിയും കള്ള് കച്ചവടം മാത്രമാണ് കേരളത്തിൽ നഷ്ടമില്ലാതെ നടക്കുന്നത്. കള്ള് കച്ചവടം നഷ്ടമാണ്. കള്ള് കച്ചവടം നടത്തുന്ന ബെവ്കോയ്ക്ക് 300-400 ഇരട്ടി രൂപ കൊടുത്ത് പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും അല്ലെങ്കിൽ MRPയേക്കാളും 300-400 ഇരട്ടിയാണ് മദ്യത്തിന് ടാക്സ്. എന്നിട്ടും ബെവ്കോ നഷ്ടമാണ്. അപ്പോൾ സിനിമാ മേഖല പൊതുവിൽ നഷ്ടത്തിലാണ്. എന്നാൽ പോലും കുറേ സിനിമകളൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട്. ആ വ്യവസായത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പടച്ചു കൂട്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ടിൽ കീറക്കടലാസിൻ്റെ വില പോലുമില്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിക്കണം. നമ്മൾ അവസാനിപ്പിക്കുക. ഇനി ABC മലയാളം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇതൊരു അശ്ലീല റിപ്പോർട്ടാണ്. ഇതിനകത്ത് അല്ലെങ്കിൽ അന്തത്തോടെ ഇന്ന ആളുകൾ കുറ്റവാളികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു റിപ്പോർട്ടിനെക്കുറിച്ച് എന്തിനാണ് ചർച്ച ചെയ്തത്? എനിക്ക് മനസ്സിലാവാത്തത്, ജനങ്ങളുടെ, എൻ്റെയും സിനുവിൻ്റെയും ഇത് കേൾക്കുന്ന ആളുകളുടെയും നികുതിപ്പണമെടുത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ജുഡീഷ്യൽ കമ്മിറ്റി മെമ്പർമാരെ ചെലവും കൊടുത്ത് അതിൻ്റെ ജീവനക്കാരെ തീറ്റിപ്പോറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ഗുണം? ആകെ ഉള്ളത് പരദൂഷണ കഥകൾ പറയാൻ കുറേ ആളുകൾക്ക് അവസരം ഉണ്ടായി. ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾ നോക്കൂ, ഓരോരുത്തരുടെയും പേര് വെച്ച് ഇങ്ങനെ അപവാദ കഥകൾ പടച്ചുവിടുകയാണ്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി ജി പറഞ്ഞ പോലെ 235 പേജോ മറ്റോ ഉണ്ട്. എൻ്റെ പക്കലുണ്ട്, എൻ്റെ പക്കൽ എനിക്കും കിട്ടിയിട്ടുണ്ട് വാട്സാപ്പിൽ PDF. ഞാൻ പ്രിൻ്റ് ഒന്നും എടുക്കാൻ പോയില്ല. എന്തിന് 250 പേജ് എടുത്തിട്ട് എനിക്ക് പ്രാന്തോ? എന്ത് കാര്യത്തിന് 250 പേജ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ എത്ര ടോണർ വേണം, എത്ര കടലാസ് പോകും? ആ എടുക്കുന്ന കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള റിപ്പോർട്ടാണ്, പലതും മറച്ചു വയ്ക്കാനുള്ള റിപ്പോർട്ടാണ്. അത് അത്തരം തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരെ വാടിവെട്ടി അടിച്ചൊടുക്കുക വേണ്ടത്. അതുകൊണ്ട് ഈ ചർച്ചകൾ കേരളത്തെ സഹായിക്കാനല്ല, പല വിഷയങ്ങളും മറച്ചു വയ്ക്കാറ്. നമ്മൾ കഴിഞ്ഞ ദിവസം ടി ജി ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി നമ്മുടെ. അതായത് ED വീണ വിജയൻ്റെ കേസിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം, കേസെടുക്കണം, FIR ഇടണമെന്ന് ആവശ്യപ്പെട്ട് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് മാസങ്ങളായിട്ട് നടപടിയില്ല. ഇലക്ഷന് മുമ്പ് കൊടുത്തതാണ്. അത് റിമൈൻഡ് ചെയ്ത് ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് വീണ്ടും കൊടുത്തു. എന്നിട്ടും അനങ്ങിയിട്ടില്ല. അത് വാർത്തയായോ? ആയിട്ടില്ല. ഇല്ല, വാർത്തയായിട്ടില്ല. എന്തിന്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് 1000 ഏക്കറിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി താമസിപ്പിക്കുന്നു. ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി എല്ലാ പണികളും പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ എത്ര കാലം എടുക്കും? എന്നാൽ അവിടെ ഓരോ ആളുകളും, വ്യക്തികളും, സംഘടനകളും ഒക്കെ അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ അതിവേഗത്തിൽ നിർമ്മിച്ച് അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. അതില്ല. പുനരധിവാസം എന്ന് പറയുന്നത് എക്കാലത്തും കേരളത്തിൽ ദുരന്തങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രഹേളികയാണ്. അപ്പോൾ അടിസ്ഥാന വിഷയങ്ങളിലേക്കൊക്കെ മാറുകയാണ്. കേരളത്തിൽ ഓണം വരികയാണ്, സർക്കാരിൻ്റെ കാശില്ല, പെൻഷൻ കൊടുക്കാനില്ല, ശമ്പളം മുടങ്ങുമെന്നറിയില്ല. ഇങ്ങനത്തെ സങ്കീർണമായ വിഷയങ്ങൾ. എന്താണ് സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജ് എന്ന് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു നേരോ തെറ്റോന്നും അറിയില്ല, ഏതോ ഒരു ഓൺലൈനിൽ ഞാൻ കണ്ടു, ഇതുവരെ ആളുകളുടെ ശവസംസ്കാരം നടത്തിയതും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതും 304 കോടി രൂപ ആയി എന്നൊരു ഓൺലൈനിലൊരു വാർത്ത പോകുന്നുണ്ട്. നേരോ തെറ്റോന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചത് നേരാണെങ്കിൽ ആ വാർത്തയുടെ ജെനുവിനിറ്റി എനിക്കറിയില്ല. ചിലപ്പോൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഉണ്ടാക്കിയതായിരിക്കും. എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് ആലോചിക്കും 304 കോടിയോ ആളുകളുടെ ബോഡി സംസ്കരിക്കാൻ. മിക്കവാറും എല്ലാവരും അതിന് വലിയ ചിലവൊന്നുമില്ല. പോലീസും പട്ടാളവും ഫയർഫോഴ്സും എല്ലാം വന്ന് നാട്ടുകാരും ഒക്കെ ചേർന്നിട്ട് കണ്ടെടുത്ത് സംസ്കരിച്ചതാണ്. അതിനെന്ത് ചിലവ്? ചിലപ്പോൾ പെട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടാകും, സർക്കാരായിരിക്കും വാങ്ങിച്ചു കൊടുത്ത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ് സ്കൂളുകളാണ് ക്യാമ്പ്, അവിടേക്കുള്ള ഭക്ഷ്യസാധനങ്ങളും ഒക്കെ ലോഡ് കണക്കിന് ആളുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാർ പിന്നെ ഓരോരുത്തർക്കും വേണ്ട 10,000 രൂപ മറ്റോ 300 രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കുന്ന പറഞ്ഞാൽ അതും എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി ക്യാമ്പുകളുടെ നടത്തിപ്പടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. ഒരുപാട് പൈസയും സാധനങ്ങളും വന്നിട്ട് എന്നിട്ട് 304 കോടി രൂപ ചിലവായോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു സംശയം. പക്ഷേ ഞാൻ ആ വാർത്ത ജനുവിനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വാർത്ത ആധികാരികമായ ഒരു സ്ഥലത്തും കണ്ടില്ല. ചിലപ്പോൾ ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആളുകൾ ഉണ്ടാക്കി വിടുന്നതായിരിക്കും. ഏതായാലും ശവസംസ്കാരം നടത്താനും ക്യാമ്പുകളുടെ ചിലവിനും ഇതുവരെ 304 കോടി രൂപ ആയി എന്ന് പറഞ്ഞാൽ ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ക്യാമ്പുകളിലെ ജനങ്ങളുടെ അവസ്ഥ എന്താ അറിയില്ല. അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യും അറിയില്ല. ആ സ്കൂളിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? ഇവർക്ക് എവിടെ സ്ഥലം കൊടുക്കും? ഇത്രയും കുടുംബങ്ങളെ താമസിപ്പിക്കണ്ടേ? പുനരധിവാസത്തിൻ്റെ പദ്ധതി എന്താ? ഒന്നുമില്ല, ഒരു ഐഡിയ ഇല്ല. ഇതൊന്നും കേരളം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തട്ടിക്കൂട്ടി പൊക്കിക്കൊണ്ടുവന്ന റിപ്പോർട്ടാണോ എന്ന് സംശയിച്ച തെറ്റൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്താണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവരേണ്ടത്? എത്ര വർഷമായി? 5 വർഷത്തോളം ഇതിൻ്റെ മേലിൽ അടയിരുന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി സർക്കാർ ഇതിൻ്റെ മേലിൽ അടയൊന്നും ഇരുന്നില്ല. സർക്കാർ അടയിരുന്നെന്ന് മാത്രമല്ല, കോഴിക്കുഞ്ഞുങ്ങൾ പെറ്റുവരികയും അതുങ്ങൾ മുട്ടയിട്ട് അതുങ്ങളും പെറ്റുവരികയും അതിനെയൊക്കെ ആളുകൾ കണ്ടിച്ച് ഇറച്ചിയാക്കി തിന്നുകയും ചെയ്തു. എന്നിട്ടാണ് ഈ വ്യവസായത്തെ തകർക്കാൻ വേണ്ടി, ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളെ ആകെ ആക്ഷേപിക്കാൻ വേണ്ടി ഊരും പേരും നാളുമില്ലാത്ത അപവാദ കഥകളുമായി ഒന്നാന്തരം ഗോസിപ്പ് റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചർച്ചകളെ തിരസ്കരിക്കണം. ABC മലയാളം ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ചർച്ച തുടരും. ആധികാരികമായി കൃത്യമായ തെളിവോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ പുറത്തു വന്നാൽ, ആ തെളിയിക്കപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ കേസെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആരോപണങ്ങൾ സിമൻറ്റഡായിട്ട് നമ്മുടെ മുന്നിലോട്ട് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ പേരിൽ ബ്ലാ 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 പറയാൻ, കഥയുണ്ടാക്കാൻ ഒന്നും നമുക്കില്ല. മലയാളത്തിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരശതം ആളുകൾ, മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പൃഥ്വിരാജ്, ഇങ്ങനെയൊക്കെ എത്രയും നടന്മാരുണ്ട്. ഇവരെയൊക്കെ സംശയത്തിന് നിലനിർത്തുക. എല്ലാ സിനിമയ്ക്കകത്ത് മുഴുവൻ കുഴപ്പമാണ്. വലിയ നടൻ, ഉന്നത സ്ഥാനീയൻ, പ്രമുഖൻ,
എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് സംശയിക്കാതിരിക്കുക? എത്രയോ നിർമ്മാതാക്കളുണ്ട്, മലയാളത്തിലെ പ്രമുഖരായ നിർമ്മാതാക്കൾ, ആൻ്റണി പെരുമ്പാവൂർ, അല്ലെങ്കിൽ ലാൻഡോ ജോസഫ് ഒക്കെ തുടങ്ങി, വേണു കുന്നപ്പള്ളി, ടോമിച്ചൻ മുളകാട് എന്നൊക്കെ പറഞ്ഞ് എത്രയോ നിർമ്മാതാക്കളുണ്ട്. അല്ലെങ്കിൽ പണ്ട് മുതലേ സിനിമാ രംഗത്ത് നിൽക്കുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ, സെഞ്ചുറി പോലെയുള്ള ഒക്കെ, അവരെയൊക്കെ കുറിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടാവുകയും ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാക്കാനും ഇടയാക്കുന്ന ഒരു റിപ്പോർട്ട് പടച്ചുവിട്ട ഈ കമ്മിറ്റിയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതൊരു വലിയ ചതിയാണ്. നമ്മുടെ സിനിമാ രംഗത്തുള്ള വലിയ വലിയ പ്രതിഭാശാലികളായ നടിമാരെയും നിർമ്മാതാക്കളെയും ടെക്നീഷ്യന്മാരെയൊക്കെ നടന്മാരെയുമൊക്കെ അപകീർത്തിപ്പെടുത്താനാണ്. ഒന്ന് നോക്കൂ, സിനിമാ രംഗത്തുള്ള നടിമാരുടെ അവസ്ഥ എന്താ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം? ആർക്കും ഉണ്ടാട്ടം ഇല്ലാതെ അല്ല, അതുകൊണ്ടല്ല, ഇവരെ കുറിച്ച് ആളുകൾ ഇതൊക്കെ കുഴപ്പക്കാരാണോ എന്ന് തോന്നൂലേ? മൊത്തം ആൾക്കാരെയും ഒരുപോലെ ജനറലൈസ് ചെയ്തു. അതെ, എല്ലാവരും ജനറലൈസ് ചെയ്ത് ഈ സിനിമാ രംഗത്തിരിക്കുന്ന മുഴുവൻ പേരും കുഴപ്പക്കാരാന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പടച്ചു വെച്ചിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തലകുത്തി നിന്ന് ചർച്ച ചെയ്യുകയാണ്. നാണമില്ലേ? കാരണം ഈ ഒരു വ്യവസായമാണ്, അത് നടന്നു പോകട്ടെ. ഈ കേരളത്തിന് സമ്പത്തുണ്ടാക്കുന്നുണ്ട്, എത്ര ലക്ഷം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിനെ മുഴുവൻ തകർത്തെടുത്തിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ മുഴുവൻ കുഴപ്പക്കാരാണ്. എനിക്ക് നമ്മുടെ സഹോദരിമാരായ സിനിമാ നടിമാരെക്കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത വ്യസനം ഉണ്ടാകുന്നു. ഇവരെയൊക്കെ ആളുകൾ ഇനി എങ്ങനെയാണ് കരുതുന്നത്? സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൗച്ചുണ്ട്, ഉണ്ടാവും. അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. വഴങ്ങിയിട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കും. നോക്കൂ, അതിനകത്തൊരു അപകടം ഞാൻ പറയാം. സിനിമാ രംഗത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്താണ്. അപ്പോൾ സിനിമയ്ക്കകത്ത് നിൽക്കുന്നവരൊക്കെ വഴങ്ങുന്നവരാണെന്നല്ലേ എൻ്റെ ധുനി. വഴങ്ങാത്തവരൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ സിനിമ ഇപ്പോൾ അഭിനയിക്കാത്ത ആരൊക്കെയാണ്? 2-3 പേര് കാണും, കയ്യിലിരിപ്പുണ്ട്, അഭിനയിക്കാൻ അറിയാൻ മേലാതെ പുറത്ത് പോയവരായിരിക്കും. അവരൊക്കെ വലിയ മാലാഖമാർ, സിനിമയ്ക്കകത്ത് നിൽക്കുന്ന നടിമാരാകെ മോശക്കാർ എന്നൊരു ഇമേജ് ഉണ്ടാവുന്നില്ലേ? അതാ ഈ പ്രയോഗം ഇങ്ങനെയാണ്. വഴങ്ങാത്തവർ സിനിമയ്ക്ക് പുറത്താവും, അപ്പോൾ നിൽക്കുന്നവരൊക്കെ വഴങ്ങുന്നവരാണ്. പ്രമുഖ നടൻ, മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ എത്ര പേരുണ്ട് നമുക്ക് എണ്ണാം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ബാക്കി പറ, ജയറാം, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ഇങ്ങനെ ഇവരെല്ലാം കുഴപ്പക്കാർ. ഇവരൊക്കെ സിനിമയിലെ പ്രമുഖരാണ്. പ്രമുഖരല്ലാത്ത സിദ്ദിഖ് പ്രമുഖനല്ലേ? അതെ. അപ്പൊ എല്ലാ നടന്മാരും, ടൊവിനോ, എല്ലാരും പ്രമുഖരാണ്. എല്ലാവരെയും നമ്മൾ സംശയിക്കണം. പ്രമുഖർ ആരാണ്? പ്രമുഖരല്ലാത്തവർ. ഇന്ദ്രൻസ് പ്രമുഖ നടനല്ലേ? അതെ. നിങ്ങൾ സംശയിക്കുമോ? അപ്പം മുഴുവൻ പേരെയും ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതാരെങ്കിലും പറയണ്ടേ? ഈ റിപ്പോർട്ട് തട്ടിക്കൂട്ടാണ്. ഈ റിപ്പോർട്ട് ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ഇതുണ്ടാക്കിയ ആളുകളുടെ ക്രെഡിബിലിറ്റിയെ സംശയിക്കേണ്ടി. ഇവരുടെ ലക്ഷ്യം മലയാള സിനിമയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.